അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, ഒരു നല്ല ജോലി ശരിയായിട്ടുണ്ട്, ബർക്കത്തിനും ഉന്നമനത്തിനും വേണ്ടി ദുആ ചെയ്യുക. സർവശക്തനായ റബ്ബുൽ ഇസ്സത്ത് നിങ്ങളുടെ ആ ജോലിയിൽ നിങ്ങൾക്ക് മനസ്സിന് സംതൃപ്തിയും അതിൽ ഖൈറും ബർക്കത്തൊക്കെ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. അതിൽ നിങ്ങൾക്ക് പുരോഗതി അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ഹലാലായ രീതിയിൽ സമ്പാദിക്കാനുള്ള മാർഗങ്ങൾ ആ ജോലി മുഖേന അള്ളാഹു നിങ്ങൾക്ക് എളുപ്പമാക്കി തരട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മുസ്ലിം അല്ലാത്ത ആളുടെ ഭക്ഷണം തിന്നൽ അതുകൊണ്ട് വിരോധമില്ല. മുസ്ലിം അല്ലാത്ത ആളുടെ ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് കൊണ്ട് വിരോധമില്ല. പിന്നെ മുസ്ലിങ്ങളുടെ പാത്രം ഉപയോഗിക്കൽ കറാഹത്താണ്. ആ മുസ്ലിങ്ങളുടെ പാത്രത്തിൽ, അതായത് അവരുടെ പാത്രത്തിൽ അവർ വെച്ചുണ്ടാക്കിയാലും ശരി, അത് ഉപയോഗിക്കൽ കറാഹത്താണ്. അതല്ല എങ്കിൽ പിന്നെ അതതിന്റെ കണക്ക്. സിഗരറ്റ് വിൽപ്പന ഹറാമാണോ എന്ന് പറയാൻ പറ്റൂല. കാരണം സിഗരറ്റ് അങ്ങനെ പറയാൻ പറ്റാത്തത്, ആ സിഗരറ്റ് വലിയ ഹറാമാണോ അല്ലേ, ഹറാമാണെന്ന് പറയാനാണ് എനിക്ക് ആഗ്രഹം. പക്ഷെ അത് അങ്ങനെ പറയാതിരിക്കാനുള്ള കാരണം, നമ്മുടെ പിന്നെ മഹാന്മാരായ പല ആളുകളും പഴയ കാലത്തൊക്കെ, ഇപ്പൊ അങ്ങനെ വല്ലാതെ കാണലില്ല അല്ലെ, ഇപ്പൊ അങ്ങനെ വല്ലാതെ പിന്നെ കാണാറില്ല. പഴയ കാലത്തൊക്കെ പല ആളുകളും, വലിയ വലിയ കാര്യമായ ആളുകളൊക്കെ അത് വലിച്ചിരുന്നു. ചുരുട്ടൊക്കെ വലിക്കുക, ബീഡി സിഗരറ്റ് ചുരുട്ടൊക്കെ വലിച്ചിരുന്ന വലിയ വലിയ മഹാന്മാരൊക്കെ ഉണ്ട്. അപ്പൊ അവരൊക്കെ അത് ഹറാമാണ് എന്ന് നമുക്ക് പറയാൻ വയ്യ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് അതിന് പക്ഷെ ഒരു നല്ലൊരു കാര്യമല്ല അല്ലെ. മനുഷ്യന്റെ ഭംഗി നഷ്ടപ്പെടുത്തും, ആരോഗ്യം നഷ്ടപ്പെടുത്തും എന്നൊക്കെ നമ്മൾ മനസ്സിലാണത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഒരു നല്ലൊരു പണിയല്ല എന്ന് പറയാ എന്നല്ലാതെ ഹറാമാണെന്ന് പറയാനുള്ള ധൈര്യം എനിക്കില്ല. നമ്മൾ വലിയ വലിയ മൂല്യന്മാരൊക്കെ പറഞ്ഞാൽ പിന്നെ നമുക്ക് അത് ഏറ്റു പറയാൻ പറ്റും. അതല്ലാതെ നമുക്ക് സ്വന്തം പറയാൻ പറ്റുമല്ലോ. വേറെ ആരെങ്കിലേ ഒരു നമ്മുടെ ഉസ്താദുമാരിലൊക്കെ ഒരു പ്രധാനപ്പെട്ട ആരെങ്കിലും ഇത് ഹറാമാന്ന് പറഞ്ഞാൽ പിന്നെ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാം. അതെല്ലാം നമുക്ക് പറയാൻ പറ്റുമല്ലോ. പിന്നെ എന്റെ ബന്ധുക്കളിൽ പല ആൾക്കാരും കാര്യമായ രോഗികളാണ്. ഒരാൾ എറണാകുളം ഹോസ്പിറ്റലിലും ഒരാൾ തിരുവനന്തപുരം ഹോസ്പിറ്റലിലും ആണ്. രോഗശിഫാക്ക് വേണ്ടി ക്ലാസ് റൂമിൽ ദുആ ചെയ്യണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ മഹവായ ഫضل കൊണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ടും അവർക്കൊക്കെ പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവർക്ക് പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവർക്ക് പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, വൈഫിന് 8 മാസം ഗർഭിണിയാണ്. വൈഫ് 8 മാസം ഗർഭിണിയാണ്. സുഖപ്രസവത്തിന് ക്ലാസ് റൂമിൽ ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രസവം സുഖമാക്കി കൊടുക്കട്ടെ. കഷ്ടപ്പാടിലും ബുദ്ധിമുട്ടിലും പെടുത്താതിരിക്കട്ടെ. അവരുടെ പ്രസവത്തിൽ അല്ലാഹു തആല നല്ല സ്വാലിഹായ ഒരു കുട്ടിയെ പ്രദാനം ചെയ്യട്ടെ. ആമീൻ. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, ഇന്നലെ ഞാൻ സക്കാത്തിനെ കുറിച്ച് ചോദിച്ചിരുന്നു. 50,000ന്റെ അതായത് 1250 രൂപ ഒരാൾക്ക് മാത്രം കൊടുത്താൽ മതിയാകുമോ, അതോ പല ആളുകൾക്കും കൊടുക്കണോ? ഉത്തരം PM. ഈ ചോദിച്ച ആൾക്ക് ഇവിടെ ഉണ്ടാ? അദ്ദേഹം ഇവിടെ ഉണ്ടെങ്കിൽ രസമായിരിക്കണേ. ആ സക്കാത്തിനെ സംബന്ധിച്ച് ചോദിച്ച ആളുണ്ടെങ്കിൽ ഒന്ന് ബന്ധപ്പെടണം. ഏതായാലും പിന്നെ മൈക്ക് കൊടുക്കൂ ഉസ്താദ്. ഞാനിപ്പത് പറയല്ലേ, ഇതാണ് പറിച്ചിട്ട് കഴിഞ്ഞ ശേഷം മൈക്ക് കൊടുക്കുക, വേറെ ചർച്ച ഒക്കെ നടത്തി കൊടുത്താണ് കഴിയട്ടെ എന്ന് ഒരു 10 മിനിറ്റ് ശ്രമിക്കി. പിന്നെ സക്കാത്ത് 50,000 രൂപയാണ് അദ്ദേഹത്തിന് അടുക്കലുള്ളത്. അദ്ദേഹം ചോദിച്ചത് 50,000 രൂപ അയാൾക്ക് കൊടുക്കാനുണ്ട്. 50,000 രൂപ 2 വർഷം മുമ്പ് ഒരാൾക്ക് 50,000 രൂപ കടം കൊടുത്തതാണ്. 2 വർഷം കഴിഞ്ഞ ശേഷമാണ് ആ 50,000 രൂപ കിട്ടിയത്. അപ്പൊ ഇതിന്റെ സക്കാത്ത് എത്ര കൊല്ലത്തിന്റെ കൊടുക്കണം? 2 കൊല്ലത്തെ സക്കാത്ത് കൊടുക്കണം. കാരണം കിട്ടാനുള്ള പൈസക്കും സക്കാത്ത് കൊടുക്കണം. 50,000ന്റെ എത്രയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്? 2.5% സക്കാത്ത് കൊടുക്കേണ്ടത്. അത് 10-1 4 പറയാം. 50,000ന്റെ 10 എത്ര? 5,000. അതിന്റെ 4 എത്ര? 5,000 4 1250 അല്ലേ? അതാണ് 10-1 4 എന്ന് പറഞ്ഞാൽ 2.5% എന്നർത്ഥം. അപ്പൊ 50,000 ഉറുപ്പ്യ ആൾക്ക് കിട്ടാണ്ട് 1 വർഷം പൂർത്തിയായതിന്റെ പേരിൽ അതിന്റെ
അതിൽ നിന്ന് 1250 റുപ്യ അതിന്റെ സക്കാത്ത് കൊടുക്കണം. പിറ്റത്തെ കൊല്ലം 50,000 സക്കാത്ത് കൊടുക്കണം. വേണ്ട, പിന്നെ എത്ര കൊടുത്താൽ മതി? അയാൾ ഇന്ന് 1250 റുപ്യ സക്കാത്ത് കൊടുത്തതിന് ബാക്കിയല്ലേ ഉണ്ടാവുള്ളൂ. ഇനി അതല്ല അയാൾ വേറെ കൊടുത്തണെങ്കിൽ പിന്നെ 50,000 കൊടുക്കണം. അപ്പൊ സുഖത്താണ്. സുഖം എന്ത് ചെയ്യുക? 2 വർഷം കഴിഞ്ഞ ശേഷമാണ് അയാൾക്ക് ആ സംഖ്യ കിട്ടുന്നത്. അപ്പോ 1250, 1250, 2500 റുപ്യ, 2 കൊല്ലത്തിന്റെ സക്കാത്ത് 2500 റുപ്യ അങ്ങോട്ട് കൊടുക്കുക. അതാണ് സൗകര്യം. അത് ഒരാൾക്ക് കൊടുത്താൽ മതിയോ? പോരാ. സക്കാത്തിന്റെ അവകാശികൾ ഏതെല്ലാം വിഭാഗക്കാരുണ്ട് അവർക്കൊക്കെ സമമായി ഓഹരി വെക്കണം എന്നാ, വ്യക്തികൾക്കല്ല. ഈ 1250 റുപ്യ ആകെ കൊടുക്കാനുള്ള 1250 റുപ്യ അല്ലേ? ഈ 2 കൊല്ലത്തെ നോക്കുമ്പോ പിന്നെ 2500 റുപ്യ ഉണ്ടാവും. ഈ 2500 റുപ്യ ആ മഹലിലെ അയാൾ താമസിക്കുന്ന മഹലിലെ എല്ലാവർക്കും കൂടി അത് ഓഹരിച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കുമല്ലേ സക്കാത്തിന്റെ അവകാശികൾക്കൊക്കെ. പക്ഷെ അവിടെയുള്ള എല്ലാ പിന്നെ വിഭാഗക്കാരുണ്ടല്ലോ, ഉദാഹരണം പറയുകയാണെങ്കിൽ ഫക്കീർമാർ പറഞ്ഞൊരു വിഭാഗമാണ്. ആ ഫക്കീർമാർ, പിന്നെ മിസ്കിന്മാർ പറഞ്ഞ വേറൊരു വിഭാഗമാണ്. അവർ രണ്ടായി. പിന്നെ നമ്മുടെ നാട്ടിൽ ഇപ്പൊ വേറെ ഫക്കീർ മിസ്കിൻ കടം ഉള്ളവരുണ്ടാവില്ലേ, കടം കൊണ്ട് വലഞ്ഞവർ അറിയും, ആ വിഭാഗക്കാരുണ്ടാവും. അവ 3ആയി. അപ്പൊ ഫക്കീർമാര്, മിസ്കിന്മാര്, കടം കൊണ്ട് വലഞ്ഞവർ. പിന്നെ നമ്മുടെ നാട്ടിൽ സാധാരണ വിഭാഗക്കാർ ഇപ്പൊ സക്കാത്തിന്റെ 8 അവകാശികളിൽ പിന്നെ പുതുസ്ലാമികൾ ചിലപ്പോൾ ഉണ്ടാവും, ചിലപ്പോൾ ഉണ്ടാവൂല. അപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളുടെ മഹല്ലിൽ ഫക്കീർ എന്ന വിഭാഗവും ഉണ്ട്, മിസ്കിന്മാർ എന്ന വിഭാഗവും ഉണ്ട്, കടം കൊണ്ട് വലഞ്ഞവർ എന്ന 3 വിഭാഗം ഇങ്ങനെ ഉണ്ട് നിൽക്കുക. എന്നാൽ ഈ 2500 റുപ്യ സമമായിട്ട് ഓഹരിക്കണം. അങ്ങനെ ഫക്കീർമാർക്ക് അതിന്റെ 3ൽ 1 ഭാഗം. അപ്പൊ എത്ര ഉണ്ടാവും? ഫക്കീർമാർക്ക് 2500ന്റെ 800 ചില്ല റുപ്യ ഉണ്ടാവും അല്ലെ? അതെ, 800 ചില്ല റുപ്യ. ഫക്കീർ അതിന് കൃത്യമായി 3 ഓഹരി ചെയ്യുക. എന്നിട്ട് ഒരു വിഭാഗം ഫക്കീർമാർക്ക് നീക്കി വെക്കുക, ഒരു വിഭാഗം മിസ്കിന്മാർക്ക് നീക്കി വെക്കുക, ഒരു വിഭാഗം കടം കൊണ്ട് വലഞ്ഞവർക്ക് നീക്കി വെക്കുക. ഇനി ഓരോ വിഭാഗത്തിലും കുറെ വ്യക്തികളുണ്ട്, അവർക്കൊക്കെ സമമായിട്ട് കൊടുക്കണം. അത് വേണ്ട. ഇപ്പൊ ഫക്കീർമാരിൽ നിന്ന് ഒരു 3 ആൾക്ക് ചുരുങ്ങിയ ആൾ കൊടുക്കുക. ഏറ്റവും ചുരുങ്ങിയത് ഫക്കീർമാരിൽ നിന്ന് 3 പേർക്ക് ആൾ കൊടുക്കുക. അപ്പൊ ഈ 800 ചില്ല റുപ്യാണ് ഫക്കീർമാർക്ക് വേണ്ടി നീക്കി വെച്ചിരുന്നത്. അത് ഈ 3 ആൾക്ക് ഒരേപോലെ കൊടുക്കണം. വേണ്ട. അത് ഒരാൾക്ക് ഒരു 100 റുപ്യയും വേറെ ആൾക്ക് ഒരു 150 റുപ്യയും വേറെ ആൾക്ക് ഒരു 600 റുപ്യ അങ്ങനെ കൊടുക്കാം. അപ്പോ ഒരു മഹലിൽ സക്കാത്തിന്റെ അവകാശികൾപ്പെട്ട ഏതെല്ലാം വിഭാഗക്കാരാണോ ഉള്ളത് ആ വിഭാഗങ്ങൾക്കൊക്കെ സമമായി ഓഹരി ചെയ്യുകയും ഓരോ വിഭാഗത്തിലെ വ്യക്തികൾക്ക് പിന്നെ സമമായി കൊടുത്തോളം എന്നില്ല. അത് അയാളുടെ സൗകര്യം പോലെ കൊടുക്കാവുന്നതുമാണ്. അപ്പൊ ഏതായാലും ശരിയോ, എല്ലാ സക്കാത്തും കൂടി ഒരാൾക്ക് മാത്രം കൊടുത്താൽ പറ്റുകയില്ല എന്നർത്ഥം. മറ്റവകാശികൾ ഉണ്ടായിരിക്കെ. മനസ്സിലായതല്ലേ? പിന്നെ പനിയും ചുമയും കൊണ്ട് ഒരാഴ്ചയായി വിഷമത്തിലാണ് ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബർക്കത്ത് കൊണ്ട് നിങ്ങൾക്ക് അല്ലാഹു പൂർണ്ണ ശിഫ നൽകട്ടെ. ആമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ്. പിന്നെ ഉത്തരം അസ്സലാമു അലൈക്കും. അടുത്ത വീട്ടിലെ ഹിന്ദുക്കൾ പൂജക്കും മറ്റും നമ്മുടെ വീട്ടിൽ നിന്നും ചെടികളോ പൂക്കളോ കൊണ്ടുപോകുന്നത് തെറ്റുണ്ടോ? പൂജ ചെയ്യാൻ വേണ്ടി എന്ന് അവർ ചോദിച്ചാൽ കൊടുക്കാൻ പാടില്ല. ഹറാമാണ്. കൊടുക്കില്ല, ഹറാമാണ്. അങ്ങനെ കൊടുക്കാൻ പാടില്ല. അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി നമ്മൾ സഹായിക്കാൻ പാടില്ല. അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്യാനേ നമ്മൾ സഹായിക്കാൻ പാടില്ല. അപ്പൊ അടുത്ത വീട്ടിലത്തെ ആളുകൾ എന്ത് ചോദിക്കാണ്? അന്ന് പിന്നെ ഒരു ശ്രീരാമ എന്നാർക്കാണ് അവരൊരു പൂജ ഉണ്ട്, ആ പൂജക്ക് കുറച്ച് പൂവ് വേണം എന്ന് ചോദിക്കുകയാണെങ്കിൽ കൊടുക്കാൻ പാടില്ല, ഹറാമാണ്. നേരെ മറിച്ച് ഞങ്ങൾക്ക് കുറച്ച് പൂവ് വേണം എന്ന് പറഞ്ഞു നിൽക്കുക, എന്നാ കൊടുക്കാന്ന് മാത്രമല്ല, കൊടുത്തതിന് കൂലിയും കിട്ടും. ആ മുസ്ലിംക്കും ദാനം ചെയ്താൽ കൂലി കിട്ടുമല്ലോ. അപ്പൊ നമുക്ക് കുറച്ച് പിന്നെ പൂവ് വേണം എന്ന് പറഞ്ഞ അയൽവാസികൾ ചോദിച്ചു. അപ്പൊ കൊടുത്താൽ കൂലി കിട്ടും. അല്ലെങ്കിൽ കുറച്ച് ചെടി വേണം എന്ന് പറഞ്ഞു, അത് കൊടുത്താൽ അതിന് കൂലി കിട്ടും. പക്ഷെ അത് അനിസ്ലാമികമായ ഇബാദത്തിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയാണ് എന്ന് അവർ ബോധ്യപ്പെടുത്തിയിട്ടാണ് ചോദിക്കുന്നത്. എന്നാൽ കൊടുക്കാൻ പാടില്ല. ഇനിയിപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത് അല്ലേ? അങ്ങനെയൊക്കെയാണെങ്കിൽ അങ്ങനെ ഒരു അയൽവാസികളൊക്കെ ആകുമ്പോഴേ നമ്മുടെ അടുത്ത അയൽവാസികളൊക്കെ അങ്ങനെ തന്നെ ചോദിച്ചു നിൽക്കുക. അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണല്ലേ? ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയാണ്, അവിടെ നമ്മളവിടെ കുറച്ച് പൂവൊക്കെ വെക്കേണ്ടതുണ്ട്, കുറച്ച് പൂവ് തരട്ടാ എന്ന് ഈ അയൽവാസികൾ ചോദിച്ചാൽ ഈ നമ്മുടെ കേരളത്തിലെ അയൽവാസികൾ എന്ന് പറഞ്ഞാൽ ആരാല്ലേ? കേരളത്തിലെ അയൽവാസികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
മുസ്ലിം അയൽവാസികളെക്കാളും ചിലപ്പോ നമ്മോട് സ്നേഹവും പിന്നെ ബഹുമാനമൊക്കെ ഉണ്ടാവും. പിന്നെ മുസ്ലിങ്ങളായ അയൽവാസികൾക്ക് ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ ആളുകളെ തെറ്റിപ്പിക്കുക, അവരെ പിണക്കുക എന്ന് പറഞ്ഞാലൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അവിടെയൊക്കെ നമ്മള് നല്ല ഹിക്മത്ത് ഉപയോഗിച്ചുകൊണ്ട് പിന്നെ അതിൽ നിന്ന് ഒഴിവാക്കുകയാണ് വേണ്ടത്. അവർക്ക് പൂവ് കൊടുക്കുകയും ചെയ്യാം. അപ്പം പൂവ് കുട്ടികൾക്ക് എന്തൊക്കെ അങ്ങനെ പറയല്ലേ, കുട്ടികൾക്ക് കളിക്കാനൊക്കെ പൂവ് വേണ്ടി വരില്ല, അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കട്ടാ. പിന്നെ ഇപ്പോ എന്താ ഇങ്ങനെ പറയാ അല്ലേ, എന്തെങ്കിലുമൊക്കെ ഹിക്മത്തോടെ ഉപയോഗിക്കുക. ഇപ്പൊ നാളാരോ വേലക്ക് പടക്കം പൊട്ടിക്കാനോ ഇതൊക്കെ അവിടെ ഈ എന്താ വേല ഉണ്ടാവില്ല, അമ്പലങ്ങളിലൊക്കെ വേല, അതിനു വേണ്ടി പിരിവ് വന്നപ്പോ ഇത് അമ്പലത്തിന്റെ പടക്കം പൊട്ടിക്കാൻ ഇതാണ്ട് ഉപയോഗിക്കേണ്ടത് നല്ല കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കണം. നിങ്ങൾ ചായ അടിച്ചോളി അങ്ങനെ ഉണ്ടാവുമല്ലോ, അങ്ങനൊക്കെ എന്ന് പറഞ്ഞാൽ കൊടുക്കുക. ആ പിരിവർക്ക് പൈസ കൊടുക്കുമ്പോ ഇതിന് ചായ അടിച്ചോളി എന്നുള്ള പൈസ കൊടുക്കുക. ഇനി അതുകൊണ്ടാകാൻ പിന്നെ എന്തെങ്കിലും ചെയ്യട്ടെ, അത് വിഷയം വേറെ അല്ലേ. അപ്പൊ ആ രീതിയിൽ നല്ല തന്ത്രം ഉപയോഗിച്ചുകൊണ്ട് ഹറാമെന്ന് രക്ഷപ്പെടുന്ന രീതിയിൽ അവരെ പിണക്കാത്ത രീതിയിൽ പിന്നെ കൊടുക്കുക, അതാണ് വേണ്ടത് ഇൻഷാ അല്ലാഹ്. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹ്. എല്ലിൽ വേറൊക്കെ മാറുന്നുണ്ട്. ശ്രീകൃഷ്ണ ജയന്തിയാണ്, കുറച്ച് പൂവാണം, അങ്ങനെയും പറയാലോ. ശ്രീകൃഷ്ണ ജയന്തി ആവണം. അപ്പൊ ഇവിടുന്ന് നിങ്ങളുടെ വീട്ടിൽ നമ്മളോട് പൂ കൊണ്ടുപോവാന് അല്ലേ, അങ്ങനെ പറയാലോ. ശ്രീകൃഷ്ണ ജയന്തി ആവണം. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ നമ്മളോട് പൂ വേണ്ടത് നമ്മളൊക്കെ ഒന്നല്ലേ. നിങ്ങൾക്ക് ഇഷ്ടം പോലെ കുട്ടികൾക്ക് കളിക്കാനോ എന്തിനു മേടിച്ചാൽ എന്ത് മേടിച്ചാൽ ഇഷ്ടം പോലെ കൊണ്ടുപോയിക്കോളി എന്ന് പറഞ്ഞാലോ അല്ലേ. അപ്പൊ അങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്യാനർത്ഥം. ആയിക്കോട്ടെ. പിന്നെ അപകടം. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹ്. ഉസ്താദെ, ഒരാൾ 50,000 രൂപ കടം, അത് നേരത്തെ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞു. പിന്നെ ഉസ്താദെ, എനിക്കും കുടുംബത്തിനും വേണ്ടി ദുആ ചെയ്യുക. എനിക്ക് ഒരു എക്സാം ഉണ്ട്, ഗൾഫിലാണ്. അതിന്റെ എല്ലാ കാര്യങ്ങളും എളുപ്പമാകാൻ ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കുട്ടിക്ക് നല്ല വിജയം നൽകട്ടെ. പരീക്ഷയ്ക്ക് അല്ലാഹു എളുപ്പമാക്കി തരട്ടെ. അല്ലാഹു മാന്യമായ വിജയം കുട്ടിക്ക് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് വഅലിഹി വസഹ്ബിഹി അജ്മഈൻ. ഉസ്താദേ, അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹ്. സുഖമായിരിക്കുന്നുവോ? അൽഹംദുലില്ലാഹ്, സുഖമാണ്. ജംഅ് ചെയ്ത് ഇശാ നിസ്കാരം ഖസ്റാക്കി നിസ്കരിക്കുന്നവനെ തുടർന്ന് മഗ്രിബ് നിസ്കരിക്കാമോ? നിസ്കരിക്കാം. എന്താണ് ചോദ്യം? എന്താണ്? ഒരാൾ മഗ്രിബ് ഇശയും കൂടി ജംആക്കി നിസ്കരിക്കുകയാണ്. അയാളെ തുടർന്നുകൊണ്ട് അയാളെ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ ആളെ ഇശ നിസ്കരിക്കുകയാണ്. ജംആക്കി ആളെ ഇശ നിസ്കരിക്കുകയാണ്. ആ ഇശ നിസ്കരിക്കുന്ന ആളെ തുടർന്നുകൊണ്ട് ഒരു മഗ്രിബ് നിസ്കരിക്കുന്ന ആൾക്ക് തുടർന്ന് നിസ്കരിക്കാമോ? തുടർന്ന് നിസ്കരിക്കാം, യാതൊരു വിരോധവും ഇല്ല. അയാൾ നിസ്കരിക്കുന്നത് ഇശയാണ് അല്ലേ, അയാൾ ഇശ നിസ്കരിക്കണം. ഇയാളാണെങ്കിലോ മഗ്രിബ നിസ്കരിക്കുന്നത്. ഇശ നിസ്കരിക്കുന്നവനെ തുടർന്നുകൊണ്ട് മഗ്രിബ് നിസ്കരിക്കുന്നത് തുടർന്ന് നിസ്കരിക്കാം. അവിടെ എന്ത് ചെയ്യേണ്ടി വരും? അവിടെ അയാൾ ഇശ നിസ്കരിക്കുന്ന ആൾ 4ാമത്തെ റക്അത്തിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഈ മഗ്രിബ് നിസ്കരിക്കുന്ന ആൾക്ക് 3 റക്അത്തല്ലേ ഉള്ളൂ. അയാൾ എഴുന്നേറ്റ് നിൽക്കണ്ട. അയാൾ എന്ത് ചെയ്യുക? ഇമാമിനോട് വിട്ടുപിരിയുക. ഞാൻ ഇമാമിനോട് വിട്ടുപിരിയുന്നു എന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് അയാൾ ഇരുന്നു കൊണ്ട് അത്തഹിയ്യാത്ത് ഓതി സലാം വിട്ടുക. അതല്ലെങ്കിൽ അയാൾ അത്തഹിയ്യാത്ത് ഓതി സലാം വിട്ടിട്ട് ഇമാമ് പിന്നെ ഇനി റക്അത്ത് നിസ്കരിച്ച് അത്തഹിയ്യാത്തിലേക്ക് വരുമല്ലോ, അതുവരേക്കും ഇമാമിനെ അത്തഹിയ്യാത്തിൽ പ്രതീക്ഷിച്ചിരിക്കുക. എന്നിട്ട് പിന്നെ ഇമാമ് സലാം വിട്ടിയതിനു ശേഷം സലാം വിട്ടുക. രണ്ടും ചെയ്യാവുന്നതാണ്. മനസ്സിലായല്ലേ? ഇശാ നിസ്കരിക്കുന്നവനെ തുടർന്നുകൊണ്ട് മഗ്രിബ് നിസ്കരിക്കുന്ന ആൾക്ക് തുടർന്ന് നിസ്കരിക്കാമോന്നാ? നിസ്കരിക്കാം. അത് ജംആക്കി കൊണ്ടായാലും വേണ്ടില്ല, എങ്ങനെ ആയാലും വേണ്ടില്ല, തുറന്ന് നിസ്കരിക്കാം. അപ്പൊ എങ്ങനെയാണ് മഗ്രിബ് ഇമാമ് 4 റക്അത്ത് നിസ്കരിക്കുന്നു, മഅ്മൂമ് 3 റക്അത്ത് നിസ്കരിക്കുള്ളൂ? അതുകൊണ്ടും വിരോധമില്ല. ഇമാമ് 4ാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ മഅ്മൂമിന് എന്ത് ചെയ്യാൻ പാടില്ല? 4ാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പാടില്ല. അപ്പോൾ അവിടെ ഒന്നുകിൽ എന്ത് ചെയ്യാ? ഞാൻ ഇമാമിനോട് വിട്ടുപിരിയുന്നു എന്ന് മനസ്സിൽ കരുതുക. എന്നിട്ട് ആളെ ഇരുന്നു കൊണ്ട് അത്തഹിയ്യാത്ത് ഓതുക, സലാം വിട്ടുക. അതല്ലെങ്കിൽ അയാൾ അത്തഹിയ്യാത്തിൽ അവിടെ പിന്നെ അത്തഹിയ്യാത്തിന് ഇരിക്കുക. അയാൾ എന്നിട്ട് എന്ത് ചെയ്യുക? അത്തഹിയ്യാത്ത് ഓതിയിട്ട് പിന്നെ ഇമാമിനെ കാത്തിങ്ങനെ ഇരിക്കുക. ഇമാമിന് അത്തഹിയ്യാത്തിൽ കൊണ്ടുവരില്ല. അങ്ങനെ ഇമാം അത്തഹിയ്യാത്ത് ഓതി സലാം വിട്ടിയതിനു ശേഷം ഇവന് സലാം വിട്ടുക. അങ്ങനെ ചെയ്യലാണ് ഏറ്റവും നല്ലത്. ഈ 2 രൂപവും പറ്റുന്നതാണ്. മറ്റേ അതുപോലെ
അസർ ജംഉം ഖസ്റുമാക്കി നിസ്കരിക്കുന്നവനെ തുടർന്ന് ളുഹർ നിസ്കരിക്കാമോ? അതും പറ്റും. അസർ ളുഹറിനോട് കൂടി ജമാക്കി നിസ്കരിക്കാൻ ആണ് അയാൾ ഖസ്റുമാക്കിയിട്ടുണ്ട്, 2 റക്അത്ത് നിസ്കരിക്കുന്നുള്ളൂ. അയാൾ അങ്ങനത്തെ ആളെ തുടർന്നുകൊണ്ട് ളുഹർ നിസ്കരിക്കാം, അതുകൊണ്ടും വിരോധമില്ല. അതുപോലെ സുന്നത്ത് നിസ്കരിക്കുന്നവനെ തുടർന്ന് ഫർള് നിസ്കരിക്കുന്നതിന്റെ വിധി എന്താണ്? അതും പറ്റും. ഫർള് നിസ്കരിക്കുന്നതിനെ തുടർന്ന് സുന്നത്ത് നിസ്കരിക്കാനും പറ്റും, സുന്നത്ത് നിസ്കരിക്കുന്നതിനെ തുടർന്നുകൊണ്ട് ഫർള് നിസ്കരിക്കാനും പറ്റും. ജംആക്കി നിസ്കരിക്കുന്ന ആളുണ്ടല്ലോ, ഖസറാക്കി നിസ്കരിക്കുന്നതിനെ തുടർന്നുകൊണ്ട് ഖസറാക്കി നിസ്കരിക്കുന്നതിനെ തുടരാനും പറ്റും. പിന്നെ ഇനി ഖസറാക്കി നിസ്കരിക്കുന്നവൻ അല്ല പൂർണ്ണമായി നിസ്കരിക്കുന്നവനെ തുടർന്നാലോ? അത് പറ്റൂല. ഖസറാക്കി നിസ്കരിക്കുന്നവനായി പൂർണ്ണമായി നിസ്കരിക്കുന്ന ആളെ തുടർന്നാൽ പിന്നെ എന്ത് ചെയ്യേണ്ടി വരും? ഈ ഖസാക്കാൻ പറ്റൂല പിന്നെ. അപ്പൊ അയാളും പൂർണ്ണമായി നിസ്കരിക്കണം. അങ്ങനെ ഒരു ഇതുണ്ട്, അതറിയാലോ അല്ലെ? മറ്റെല്ലാം പറ്റും. പിന്നെ പിന്നെ എനിക്ക് വേറൊരു സുഹൃത്ത് വിളിച്ചിരുന്നു, മദാമിൽ നിന്ന് ഉള്ള ഒരാള് വിളിച്ചിരുന്നു. അദ്ദേഹം ഇന്നലെ വിളിച്ചാണ്, ഞാനാണ് ഇവിടെ ഞാൻ ഓർമ്മ ഉണ്ടാവാൻ ഇവിടെ എഴുതിച്ചാണ്. അദ്ദേഹത്തിന് പിന്നെ തലവേദനയാണ്, ഒരു പ്രത്യേകം തരം തലവേദന. ചൊവ്വാഴ്ച മാത്രം തലവേദനിക്കുക, എല്ലാ ചൊവ്വാഴ്ചയും ഭയങ്കര തലവേദന, ഛർദ്ദിക്കാനൊക്കെ വരുന്ന തലവേദന കാരണം. എന്താണ് അതിന്റെ ഉദ്ദേശം എന്താണെന്ന് അറിയില്ല, എന്താ അങ്ങനെ ഉണ്ടാവാനുള്ള കാരണം. ഏതായാലും ശരി, ഒന്നുകിൽ ആദ്യമായിട്ട് നല്ല പ്രഗത്ഭനായ ഡോക്ടറെ സമീപിക്കുക. എന്നിട്ട് ആ ഡോക്ടറോട് പറയാ, എനിക്ക് ഇങ്ങനെ ചൊവ്വാഴ്ച മാത്രം ഞാൻ തലവേദന ഉണ്ടാവുന്നുണ്ട് ശക്തമായ. അപ്പോ അതിന്റെ ഡോക്ടർമാർ ഇപ്പൊ അതിനൊക്കെയുള്ള ചികിത്സ ഉണ്ട്. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ. അങ്ങനെ നല്ല ചികിത്സ നടത്തുക. പിന്നെ നിങ്ങൾ തന്നെ ദുആക്ക് പ്രത്യേകമായി ഇജാബത്ത് ഉണ്ടാകുന്ന സമയത്തൊക്കെ ദുആ ചെയ്യുക. പിന്നെ സ്വാലിഹീങ്ങളായ മനുഷ്യന്മാരോടൊക്കെ ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുക. ഇതൊക്കെ ചെയ്യാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹളായ ഫള് കൊണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ടും എല്ലാ നബിമാരുടെയും ശുഹദാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ടും നിങ്ങൾക്ക് പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ. اللهم اشفه شفاء تاما لا يغادر سقما ولا ألما. اللهم اشفه شفاء تاما لا يغادر سقما ولا ألما. اللهم اشفه شفاء تاما لا يغادر سقما ولا ألما. وصلى الله على سيدنا محمد وآله وصحبه أجمعين. നിസ്കാരത്തിൽ ഫാത്തിഹ ഓതുന്നതിന്റെ മുമ്പ് ഓർമ്മയില്ലാതെ സൂറത്ത് ഓതി ഓർമ്മ ആയപ്പോൾ ഫാത്തിഹ പിന്നെ ഓതിയാൽ പോരെ? അത് മതി, അതുകൊണ്ട് വിരോധമൊന്നുമില്ല. ഫാത്തിഹന്റെ മുമ്പേ സൂറത്ത് ഓതി അതുകൊണ്ട് വിരോധമൊന്നുമില്ല, അതുകൊണ്ട് നിസ്കാരം ബാത്തിലാവുന്നില്ല. ആദ്യം സൂറത്ത് ഓതി പിന്നെയാണ് ഓർമ്മ ഫാത്തിഹ ഓതില്ലല്ലോ എന്ന്. അപ്പൊ പിന്നെ വേഗം ഫാത്തിഹ ഓതുക, അതുകൊണ്ട് വിരോധമില്ല. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഞാൻ എക്സ്ചേഞ്ചിൽ ആണ് ജോലി ചെയ്യുന്നത്. ബൈക്ക് ഡ്രൈവർ ആയിട്ട് വണ്ടി എന്റെ കയ്യിൽ ഇന്ന് എപ്പോഴും ജോലി കഴിഞ്ഞ് എനിക്ക് പാർട്ട് ടൈം എടുക്കാൻ പറ്റുമോ? ജോലി ചെയ്തിട്ട് നിങ്ങൾക്ക് പാർട്ട് ടൈം ജോലി ചെയ്യുന്നതിന്റെ അതുകൊണ്ട് വിരോധമൊന്നുമില്ല. പക്ഷെ ആ എക്സ്ചേഞ്ചിന്റെ അതിന്റെ വണ്ടിയാണ് എങ്കിൽ മറ്റു ജോലിക്ക് വേണ്ടി നിങ്ങൾ അത് ഉപയോഗിക്കുന്നെങ്കിൽ അവരുടെ സമ്മതം വേണം. നിങ്ങളൊരു ജോലി ചെയ്യുന്നു, ആ ജോലിന്റെ ആവശ്യാർത്ഥം നിങ്ങൾക്ക് അവർ വണ്ടി വാങ്ങി തന്നിട്ടുണ്ട്. പക്ഷെ ആ വണ്ടി ചില ആളുകൾ വണ്ടി വാങ്ങൂലേ, അത് ഇതിന്റെ ആവശ്യത്തിന് പിന്നെ അവന് യഥേഷ്ടം ഉപയോഗിച്ചോട്ടെ എന്നാൽ വാങ്ങിത്തരും ചിലപ്പോ. അങ്ങനെയാണെങ്കിൽ ഉപയോഗിക്കാം. അതല്ല മറ്റേ കമ്പനിയുടെ ആവശ്യത്തിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കാവൂ എന്ന നിബന്ധനയോട് കൂടിയാണ് വണ്ടി വാങ്ങി തന്നിട്ടുണ്ടെങ്കിൽ മറ്റു ആവശ്യങ്ങൾക്ക് നിങ്ങൾ അത് ഉപയോഗിക്കണമെങ്കിൽ അവരുടെ സമ്മതം വേണം. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. നമ്മുടെ കലണ്ടറിൽ സുപ്രഭാതം സമൂഹത്തിലെ എല്ലാ തരം ആളുകളുടെയും വേർപാട് കുറച്ച് കാണുന്നുണ്ട്. എന്നാൽ അത് ബദലല്ലേ? എന്താണ് ഖുതുബുസ്സമാൻ മമ്പുറം തങ്ങളെ? അതിപ്പോ ഈ ഫിഖ്ഹി സംബന്ധമായ ചോദ്യമല്ല. അത് നിങ്ങൾ കലണ്ടറിൽ കാണുന്ന നഹ്സുകളെ കുറിച്ച് വിശദീകരിക്കാമോ? കലണ്ടറിൽ കാണുന്ന നഹ്സുകളെ കുറിച്ച് വിവരിക്കാമോ എന്ന് പറഞ്ഞാല്, നഹ്സ് സഅദ് നോക്കുക, നല്ല ദിവസം നോക്കുക, ചീത്ത ദിവസം നോക്കുക, അത് പറ്റുമോ ഇല്ലേ എന്ന വിഷയത്തിൽ ഉലമാക്കൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്.
നമ്മുടെ ശാഫിഈ മദ്ഹബിലെ തന്നെ ഉലമാക്കൾക്ക് ആ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. സഅദുൻ നാസും നോക്കാൻ പറ്റുമോ? ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമിന്റെ അഭിപ്രായം നോക്കാൻ പാടില്ല, അത് ജൂതന്മാരുടെ സുന്നത്തിൽപ്പെട്ടതാണെന്നാണ്. ഒരു കാര്യം തീരുമാനിക്കാൻ വേണ്ടി നല്ല ദിവസവും ചീത്ത ദിവസമൊക്കെ നോക്കല് അത് യഹൂദികളുടെ സുന്നത്തിൽപ്പെട്ടതാവുന്നു, മുഅ്മിനീങ്ങളുടെ സുന്നത്തിൽപ്പെട്ടതല്ല എന്നാണ് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമിയുടെ അഭിപ്രായം. അതേസമയത്ത് നമ്മുടെ മദ്ഹബിൽ തന്നെ നല്ലൊരു വിഭാഗം ഉലമാക്കൾക്ക് അങ്ങനെ നോക്കാം, അതുകൊണ്ട് വിരോധമില്ല എന്നുണ്ട്. ആകയാൽ തവക്കുലാക്കാൻ സാധിക്കുന്ന ആളുകളാണെങ്കിൽ അല്ലാഹു തആല തഖ്ദീർ ചെയ്യുന്നതിനേക്കാൾ അപ്പുറം സംഭവിക്കുകയില്ല എന്ന് വളരെ തവക്കുൽ അതിന്റെ ഹക്കനുസരിച്ച് തവക്കുലാക്കാൻ സാധിക്കുന്ന ആളുകളാണെങ്കിൽ നഹ്സും നോക്കാതിരിക്കലാണ് നല്ലത്. അല്ലാത്ത ആളുകളാണെങ്കിൽ നോക്കുന്നത് കൊണ്ട് വിരോധവും ഇല്ല എന്നാണ് ബഹുമാനപ്പെട്ട MT ഉസ്താദൊക്കെ പറയാറ്. അസ്സലാമു അലൈക്കും വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്ന ആൾക്ക് ജാമ്യം നിൽക്കുന്നത് തെറ്റല്ലേ? തെറ്റാണ്. പലിശ കൊടുക്കുന്നതും പലിശ വാങ്ങുന്നതും അതിന് സാക്ഷി നിൽക്കുന്നതും അത് എഴുതി വെക്കുന്നതും എല്ലാം ഹറാമാണ്. പിന്നെ AP കോട്ടെ ആ ചോദ്യം ഇവിടെ ഇല്ല. ഇപ്പൊ ഇവിടെ AP ചോദ്യമല്ല. ഇപ്പൊ എന്താണ് നിങ്ങൾ ഇങ്ങനൊക്കെ? ഉസ്താദെ, ഒരുപാട് കടം ഉണ്ട്, കടം വീടാൻ ദുആ ചെയ്യുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിങ്ങളുടെ കടക്ക് വീട്ടിത്തരട്ടെ. നിങ്ങളുടെ കടം വീട്ടാനുള്ള ഹലാലായ മാർഗം വീട്ടിൽ തരട്ടെ എന്ന വിശ്വാസം നിങ്ങൾക്ക് അല്ലാഹു നൽകട്ടെ. ആമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു റേഡിയോ ശ്രോതാവ്, ശബരിമലക്ക് പോകുന്നവർ തേങ്ങ ചോദിക്കൽ ഉണ്ട്, കൊടുക്കാൻ പറ്റുമോ? ശബരിമലക്ക് വേണ്ടി ഉള്ള അവിടെ വഴിപാടിന് വേണ്ടിയുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അല്ലേ? അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്യുക, അതിന് നമ്മൾ ഒരു നിലക്കും സാധനങ്ങൾ വിറ്റുകൊണ്ടോ അല്ലെങ്കിൽ വെറുതെ കൊടുത്തുകൊണ്ടോ ഒന്നും സഹായിക്കാൻ പാടില്ല. അതങ്ങനെയാണ് ഇതിന്റെ കണക്ക്. അതേസമയത്ത് ആ നിലക്കൊന്നല്ലാതെ നമുക്ക് കൊടുക്കാം. അയൽവാസികളായ ആളുകൾ തേങ്ങ ചോദിച്ചു, അവർ അയൽവാസികളെ നിനക്ക് തേങ്ങ കൊടുക്കാം. പിന്നെ അതുകൊണ്ട് അവൻ എന്ത് ചെയ്യുന്നു എന്നുള്ളതിലേക്ക് നമ്മൾ നോക്കാതെ അങ്ങനെ കൊടുക്കാം. അതേസമയത്ത് ഇത് അവര് ശിർക്ക് ആയ വിഷയത്തിൽ ഉപയോഗിക്കുന്നു, ഹറാമായ കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന എന്ന കാര്യം ഉറപ്പാകുമ്പോൾ അത് കൊടുക്കാനും പാടില്ല. അതാണ് ഇതിന്റെ കണക്ക്. അസ്സലാമു അലൈക്കും വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഞാൻ KSAയിൽ ആണ്, വീട്ടിൽ എന്നും പ്രശ്നമാണ്, വാപ്പയും ഉമ്മയും. ഉസ്താദ് ചെയ്യണം. വാപ്പയും കൂടി കുറച്ചൊക്കെ ഉണ്ടാവും, ഒക്കെ രസല്ലേ അല്ലേ? വയസ്സന്മാരും വയസ്സത്തിലൊക്കെ ആകുമ്പോഴേ അതൊക്കെ ഒരു വീടാകുമ്പോ കുറച്ചൊക്കെ തന്നെ വേണ്ടേ അതൊക്കെ അതിങ്ങനെ ഇടയ്ക്ക് ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതായാലും ശരി അവരുടെ ഇടയിൽ നല്ല ഐക്യവും സ്നേഹവും ഒക്കെ ഇട്ടുകൊടുക്കട്ടെ. അങ്ങനെ നല്ല സന്തോഷകരമായ ഒരു കുടുംബജീവിതം കാഴ്ചവെക്കാൻ അവർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ, തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. വസ്സലാമു അലൈക്കും മുഹമ്മദ്. പിന്നെ എന്താണ് ഒരുപാട് പാവപ്പെട്ട കുടുംബത്തിലെ കല്യാണം നടത്താൻ വേണ്ടി രൂപീകരിച്ച കമ്മിറ്റിക്ക് സക്കാത്തിന്റെ പണം കൊടുത്താൽ സഹീഹാകുമോ? ഇല്ല. കമ്മിറ്റിക്ക് സക്കാത്തിന്റെ അവകാശികൾ പറഞ്ഞല്ലോ. സക്കാത്തിന്റെ അവകാശികൾ 8 വിഭാഗക്കാരാണ്. അതിൽപ്പെട്ട വിഭാഗക്കാരല്ല ഏത് കുട്ടികളെ കെട്ടിക്കാൻ ഉള്ള കമ്മിറ്റി എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം കമ്മിറ്റികൾക്ക് സക്കാത്ത് കൊടുത്താൽ അത് വീടുകയില്ല. ഫക്കീർമാര്, മിസ്കീന്മാര്, കടം കൊണ്ട് വലഞ്ഞവർ ഇങ്ങനൊക്കെ ഉണ്ടല്ലോ. കുട്ടിനെ കെട്ടിച്ച് ഒരു പെൺകുട്ടിനെ കെട്ടിച്ച് ആ വിഷയത്തിൽ എന്ത് ആ വാപ്പാക്ക് കുറെ കടമുണ്ട്, അപ്പൊ ആള് കടക്കാരനാണ്. അപ്പൊ എന്ത് ചെയ്യാ? കടക്കാരൻ ആൾക്ക് സക്കാത്ത് കൊടുക്കാം. അതല്ലാതെ ഈ പെൺകുട്ടികളെ കെട്ടിച്ചയക്കാനുള്ള ഫണ്ട്, ആ ഫണ്ടിന് സക്കാത്ത് കൊടുത്താൽ വിടുകയില്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞ 8 അവകാശികൾ അവർക്ക് തന്നെ യാചിക്കണം സക്കാത്ത് കൊടുക്കേണ്ടത്. അല്ലാതെ മറ്റു ഭാഗങ്ങളിൽ സക്കാത്തിന്റെ പൈസ ചെലവഴിച്ചാല് അത് സഹിയാവുകയില്ല. പിന്നെ ഭർതൃമതിയെ ഒരു മുസ്ലിം എന്താണ് മദിയാണോ? ഒരു മുസ്ലിം പെണ്ണ് ഒരു ദിവസം ഹിന്ദുവിന്റെ കൂടെ ഒളിച്ചോടുകയും ആ ദിവസം തന്നെ 2 പേരെയും
മരിച്ച നിലയിൽ കാണുകയും ചെയ്തു. എന്നാൽ മുസ്ലിമത്തിന് നൽകുന്ന എല്ലാ പരിഗണന അവൾക്ക് നൽകണം. അത് വേണം. അവൾ കാര്യ ഹറാമാണ് ചെയ്തത്, അവൾ ഫാസിഖത്താണ് അല്ലേ? പക്ഷെ അവള് കാഫറാന്ന് പറയാൻ പറ്റൂല. ഒരു ഹിന്ദുവിന്റെ പിന്നിലെന്ത് ചെയ്ത് ഒരു പെണ്ണ് മുസ്ലിം പെണ്ണ് ഒളിച്ചോടി പോയി, പിന്നീട് അവളെന്ത് ചെയ്യും? അവളെ മയ്യിത്താണ് പിന്നെ കിട്ടുന്നത്. അവളെ കുളിപ്പിക്കൽ നിർബന്ധമാണ്, അവളെ കഫൻ ചെയ്യൽ നിർബന്ധമാണ്, അവളെ മയ്യിത്ത് നിസ്കരിക്കൽ നിർബന്ധമാണ്. മുസ്ലിങ്ങളെ മറവ് ചെയ്യുന്ന സ്ഥലത്ത് അവളെ മറവ് ചെയ്യൽ നിർബന്ധമാണ്. അവൾ കാഫിറത്തൊന്നല്ല. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. പിന്നെ അസ്സലാമു അലൈക്കും റൂമിൽ നിസ്കരിക്കുമ്പോൾ ജമാഅത്തായി നിസ്കരിക്കാൻ കഴിയും, എന്നാൽ പള്ളിയിൽ പോയി ഒറ്റക്ക് നിസ്കരിക്കാൻ പറ്റുമോ? ഇല്ല, ജമാഅത്തിനാണ് പാടെ മുൻഗണന നൽകേണ്ടത്. പള്ളിയിൽ പോകാൻ ഒരുങ്ങുകയാണെങ്കിൽ ഒറ്റക്ക് നിസ്കരിക്കേണ്ടി വരും, ജമാഅത്ത് കിട്ടൂല. റൂമിലാണെങ്കിലും ജമാഅത്ത് കിട്ടും ചെയ്യും, അങ്ങനെ ഉണ്ടാവില്ല ചിലപ്പോ. അപ്പോൾ അവിടെ ജമാഅത്തിനാണ് മുൻഗണന നൽകേണ്ടത്, പള്ളിയിൽ ഒറ്റക്ക് നിസ്കരിക്കുന്നതിനല്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ അയാളെ ജോലിക്കാരനാണ്, ആ ജോലിയുടെ സമയം കഴിഞ്ഞിട്ട് ആൾക്ക് നിസ്കരിക്കാൻ പോകാൻ പറ്റുള്ളൂ. അപ്പൊ പള്ളിയിലത്തെ ജമാഅത്ത് കഴിഞ്ഞിട്ടുണ്ടാവും. റൂമിൽ പോയിട്ടുണ്ടെങ്കിൽ റൂമിലത്തെ ആളുകൾക്കൊക്കെ ഒന്നിച്ച് ജമാഅത്തായി നിസ്കരിക്കും ചെയ്യാം. അങ്ങനെയാകുമ്പോൾ റൂമിൽ വെച്ച് ജമാഅത്ത് ആയി നിസ്കരിക്കുന്നതിനാണ് മുൻഗണന നൽകേണ്ടത്. അസ്സലാമു അലൈക്കും വലൈക്കും സ്ലാം വറഹ്മത്തുള്ളാഹി. 2500 അല്ല 25,000 സക്കാത്ത് കൊടുക്കാൻ ഉണ്ടെങ്കിൽ 7 പേർക്ക് 500 വീതം കൊടുത്തു ബാക്കി ഒരാൾക്ക് വീണ്ടും കൊടുക്കാൻ പറ്റും. അങ്ങനെയല്ല ഇതിന്റെ കണക്ക്. സക്കാത്തിന്റെ അവകാശികൾ 8 വിഭാഗമാണല്ലോ. നിങ്ങൾ 2500 സക്കാത്ത് കൊടുക്കാണ്ട്, അല്ല 25,000 അല്ലേ? അതെ, 25,000 നിങ്ങൾ സക്കാത്ത് കൊടുക്കാണ്ട്. നിങ്ങളുടെ മഹല്ലിൽ സക്കാത്തിന്റെ അവകാശികളായിട്ട് 5 വിഭാഗക്കാരുണ്ട് വിചാരിച്ചോളി. ഉദാഹരണം ഫക്കീർമാരുണ്ട്, മിസ്കീന്മാരുണ്ട്, കടം കൊണ്ട് പിന്നെ വലഞ്ഞവരുണ്ട്, പുതുമുസ്ലിങ്ങളുണ്ട്, യാത്രക്കാരുണ്ട്, ഹലാലായ യാത്ര ചെയ്യുന്ന മുസാഫിരിങ്ങളുണ്ട്. ഇങ്ങനെ 5 വിഭാഗക്കാരുണ്ട് നോക്കുക. എന്നാൽ ഈ 5 വിഭാഗത്തിനും സമമായി ഓഹരി ചെയ്യണം. അപ്പൊ 25,000 ആകുമ്പോൾ 5,000 ഫക്കീർമാർക്കും 5,000 മിസ്കീന്മാർക്കും 5,000 കടം കൊണ്ട് വലഞ്ഞവർക്കും 5,000 പുതുമുസ്ലിങ്ങൾക്കും 5,000 പിന്നെ ഹലാലായ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്കും ആയിരിക്കണം. സമമായിട്ട് ഓഹരി കൊടുക്കണം. എന്നിട്ട് ഈ അപ്പൊ നമ്മളിപ്പോ 5 വിഭാഗക്കാർ, ഈ 5 വിഭാഗക്കാർക്ക് സമമായിട്ടാണ് നമ്മൾ നീക്കി വെച്ചത്. ഇനി ഈ ഓരോ വിഭാഗത്തിലെയും കുറെ വ്യക്തികൾ ഉണ്ടാവും അല്ലെ? അവർക്ക് സമമായി കൊടുക്കണം, വേണ്ട. ഉദാഹരണം ഫക്കീർമാർക്ക് വേണ്ടി നിങ്ങൾ നീക്കി വെച്ചത് 5,000 ആണ്. 5 ഫക്കീർമാരുണ്ട് നിൽക്കുക, നീ 5 ആൾക്കും 1000 കൊടുക്കണം, അങ്ങനെ വേണ്ട. ഒരു ഫക്കീറിന് 1000, ഒരു ഫക്കീറിന് 500, വേറെ ഫക്കീറിന് ബാക്കിയുള്ളതും അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ ഓരോ വിഭാഗത്തിനും സമമായി നീക്കി വെക്കുകയും ഓരോ വിഭാഗത്തിലെയും വ്യക്തികൾക്ക് പിന്നെ ഏറ്റ വ്യത്യാസത്തോട് കൂടി കൊടുക്കുകയും ചെയ്യാം. വീടുണ്ടാക്കാൻ അങ്ങനെ സക്കാത്തിന്റെ അവകാശികൾ അങ്ങനല്ല. വീടുണ്ടാക്കാൻ വേണ്ടി സക്കാത്ത് കൊടുക്കുക അങ്ങനല്ല. അങ്ങനെ സക്കാത്തിന്റെ ഇതല്ല. ആ വീടുണ്ടാക്കാനുള്ള ആള് ഫക്കീർ മിസ്കീന് ഇങ്ങനെയുള്ള ആളാണ് നിൽക്കുക, എന്നാൽ ആൾക്ക് കൊടുക്കാം. വീടുണ്ടാക്കുന്ന ആള് ഫക്കീറാണ്, അല്ലെങ്കിൽ മിസ്കീനാണ്, അല്ലെങ്കിൽ കടമുള്ളവനാണ്, നിനക്കാണ് അങ്ങനെ സക്കാത്ത് കൊടുക്കാം. അതല്ലാതെ വീടുണ്ടാക്കുന്നവർ എന്ന് അങ്ങനത്തെ ഒരു വിഭാഗം സക്കാത്തിന്റെ അവകാശികളെ കൊടുത്തിട്ടില്ല. പിന്നെ ഖുർആൻ, യാസീൻ, തബാറക്ക, സൂറ, വാഖിഅ ഓതി കഴിഞ്ഞാൽ പിന്നെ ഖത്തം തീർക്കാൻ സാധിക്കുന്നില്ല, തെറ്റുമോ? എന്താണ് ഖുർആന്, യാസീൻ, തബാറക്ക, സൂറ, വാഖിഅ ഓതി കഴിഞ്ഞാൽ പിന്നെ ഖത്തം തീർക്കാൻ സാധിക്കുന്നില്ല, തെറ്റുണ്ടോ? ദുആ ചെയ്യുക. ഖത്തം എന്നുവെച്ചാൽ ഇതൊക്കെ പാടെ ഓതുകയാണെങ്കിൽ പിന്നെ വേറെ നേരമില്ലാന്നോ? അങ്ങനെയല്ല, തെറ്റുണ്ടോന്നുള്ളതല്ല. ഒരു മനുഷ്യൻ പിന്നെ സാധിക്കുമെങ്കിൽ ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു ഖത്തുമെങ്കിലും പൂർത്തിയാക്കുക, അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ ഒരു ഖത്തെങ്കിലും പൂർത്തിയാക്കുക. തീരെ സാധിക്കുമെങ്കിൽ ഒരു വർഷത്തിൽ ഒരു ഖത്തമെങ്കിലും പൂർത്തിയാക്കുക. അതൊരു മുഅ്മിനായ മനുഷ്യൻ ചെയ്യേണ്ടതാണ്. വിശുദ്ധ ഖുർആന്റെ എല്ലാ ഭാഗവും ഓതി തീർക്കുക. അത് വളരെ പ്രധാനപ്പെട്ട ഒരു അമലാണത്.
അതിന് വേറെ കൂലി, ഇത് മറ്റതിന് വേറെ കൂലി. ഏത് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് പിന്നെ നിങ്ങൾ ചെയ്യേണ്ടതേ സൂറത്തുൽ വാഖിഅ ദിവസേന ഓതേണ്ടതാണ്. സൂറത്തുൽ വാഖിഅ, സൂറത്തുൽ ദുഖാൻ, സൂറത്ത് യാസീൻ, സൂറത്തുൽ മുൽക്ക്, ഇതൊക്കെ ദിവസേന ഓതേണ്ടതാണ്. ഇതൊക്കെ ദിവസേന ഓതുകയും പിന്നെ കുറച്ചെങ്കിലും ഒരു വർഷത്തിലൊരിക്കലെങ്കിലും നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ, സാധിക്കാത്തവരാണെങ്കിൽ ഒരു വർഷത്തിലൊരിക്കലെങ്കിലും ഒരു ഖത്മ് പൂർത്തിയാക്കുന്ന രീതിയിൽ പിന്നെ ഒരു ദിവസം ഒരു 2.5 കഷ്ണം ഓതി നിൽക്കുക അല്ലേ. 2.5 കഷ്ണം ഓതിയാൽ 4 മാസം കൊണ്ട് ഒരു ഖത്മ് പൂർത്തിയാക്കാം. 2.5 കഷ്ണം ഓതാൻ സാധിക്കൂലേ 4 മാസം കൊണ്ട് അല്ലേ? അങ്ങനെ സാധിക്കും. 5 കഷ്ണം ഓതുകയാണെങ്കിൽ 2 മാസം കൊണ്ട് തീർക്കാൻ സാധിക്കും. 10 കഷ്ണം ഓതുകയാണെങ്കിൽ 1 മാസം കൊണ്ട് തീർക്കാം അല്ലേ? അങ്ങനല്ലേ? അപ്പോ നിങ്ങൾ ഈ സാധാരണ ദിവസേന ഓതുന്നത് ഓതുകയും ചെയ്യുക. പിന്നെ അല്പമെങ്കിലും ഓതിക്കൊണ്ട് ഒരു വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒരു ഖത്മ് പൂർത്തിയാക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. 2 റക്അത്ത് നിസ്കരിക്കാൻ ഇരിക്കെ ഇമാം വേഗം സലാം വീട്ടിയാൽ അത്തഹിയാത്ത് പൂർത്തിയാക്കണോ? ഇത് 2 റക്അത്ത് നിസ്കരിക്കാൻ ഇരിക്കെ, അതായത് ഇമാമ് സലാം വീട്ടിക്കഴിഞ്ഞാൽ ഇനി ഇയാൾക്ക് 2 റക്അത്ത് കൊണ്ട് നിസ്കരിക്കാണ്ടില്ലേ? അത് അങ്ങനത്തെ ആളാണോ? അങ്ങനത്തെ ആൾക്ക് അത്തഹിയാത്ത് പൂർത്തിയാക്കണം. ഇമാമ് സലാം വീട്ടിക്കഴിഞ്ഞാൽ ഇമാമ് അത്തഹിയാത്ത് പൂർത്തിയാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാതെ നിങ്ങൾക്ക് വേഗം എഴുന്നേറ്റ് നിൽക്കാം. അത്തഹിയാത്ത് പൂർത്തിയാക്കണമെന്നില്ല. ആദ്യത്തെ തഹിയാത്തോ അല്ലയോ അവസാനത്തെ തഹിയാത്തോ ഒന്നും പൂർത്തിയാക്കണമെന്നില്ല. ഇമാമ് സലാം വീട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അടുത്ത റക്അത്തിലേക്ക് എഴുന്നേറ്റ് നിൽക്കാവുന്നതാണ്. പിന്നെ ഇടക്ക് നിർത്താം, അതുകൊണ്ട് വിരോധമില്ലാന്ന് ആദ്യം മനസ്സിലാക്കേണ്ടതേ. അവസാനത്തെ അത്തഹിയാത്താണ് നിർബന്ധം. ഈ മസല മനസ്സിലാക്കണ്ടോ? അത്തഹിയാത്തേ ആദ്യത്തെ അത്തഹിയാത്ത് ഉണ്ടല്ലോ, ആദ്യത്തെ അത്തഹിയാത്ത് നിർബന്ധമില്ല, സുന്നത്താണ്. അപ്പൊ ഒരാൾ ആദ്യത്തെ അത്തഹിയാത്ത് തീരെ ഊതിയില്ല നിൽക്കുക, അങ്ങനെ ആൾ നിസ്കരിച്ചു, എന്നാലും ആടെ നിസ്കാരം സഹീഹാണ്, അയാൾ നിസ്കാരം ശരിയായിട്ടുണ്ട്. പിന്നെ ഏതാണ് നിർബന്ധം? അവസാനത്തെ അത്തഹിയാത്ത് നിർബന്ധമാണ്, ഫർളാണ്. അവസാനത്തെ അത്തഹിയാത്തിൽ ഏതുവരെ ഫർളുള്ളൂ? അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വരെ ഫർളുള്ളൂ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്, അത്ര ഫർളുള്ളൂ. പിന്നെ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹിം, അതൊക്കെ എന്താണ്? സുന്നത്താണ്. അപ്പൊ അവസാനത്തെ അത്തഹിയാത്തിലെ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വരെ മാത്രം ഒരാൾ ഓതി, ആദ്യത്തെ അത്തഹിയാത്ത് തീരെ ഓതിയില്ല, എന്നാലും അയാളുടെ നിസ്കാരം സഹീഹാണ്. മനസ്സിലായല്ലേ? പിന്നെ അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, അപ്പോൾ കുടുംബത്തിൽ ഒരാൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ, അവർക്ക് ഒരു വീട് പണി ഉണ്ടെങ്കിൽ അയാൾക്ക് സക്കാത്ത് കൊടുക്കുന്നത് തെറ്റുണ്ടോ? അതിനിപ്പോ നിങ്ങൾ ഈ സക്കാത്തിന്റെ പൈസ മാത്രമേ അങ്ങനെ അതുകൊണ്ട് മാത്രമേ സഹായിക്കാൻ പറ്റുള്ളൂ, അങ്ങനെ ഉണ്ടാ? സക്കാത്ത് പറ്റ ഉണ്ടാകുക അല്ലേ? ഒരാൾക്ക് ഒരു 10 ലക്ഷം റുപ്യ ഒരു വർഷം പൂർത്തിയായിട്ട് നിൽക്കുക, എന്നാലും സക്കാത്ത് എത്ര ഉണ്ടാകുക? 10 ലക്ഷം ഉണ്ടെങ്കിൽ 25,000 റുപ്യ സക്കാത്ത് കൊടുക്കാണ്ടാവും അല്ലേ? 25,000 റുപ്യ സക്കാത്ത് കൊടുക്കുക. ആ 25,000 കൊണ്ട് എന്തെല്ലാം ചെയ്യണം? അയാൾക്ക് മാത്രം കൊടുത്താൽ പോരല്ല, സക്കാത്തിന്റെ പല അവകാശികളുണ്ട്. അതിൽപ്പെട്ടൊരു അവകാശിയാണ് ഇയാൾക്കെങ്കിൽ ഇയാളെ ഓഹരി അനുസരിച്ച് ഇയാൾക്കും കൊടുക്കാം. കുടുംബത്തിൽ ഒരാൾ പാവപ്പെട്ട ആൾ വീട് പണിക്കേണ്ട, അത് നിങ്ങൾ സക്കാത്തൊന്നും അല്ലാത്ത നിങ്ങൾക്ക് സാധിക്കുന്ന അത്രയൊക്കെ ഒന്ന് കൊടുക്കേ, അതല്ലേ വേണ്ടത്? അങ്ങനെ ചെയ്യണം. സക്കാത്ത് കൊണ്ട് മാത്രമേ സഹായിക്കാൻ പറ്റുള്ളൂ, അങ്ങനെയല്ലല്ലോ. സക്കാത്ത് സഹായമല്ല, അത് അവർക്ക് ലഭിക്കേണ്ടുന്ന അവകാശമാണ്. അത് നിങ്ങളുടെ സഹായമല്ലേ. നിങ്ങൾക്ക് സഹായിച്ചതിന്റെ കൂലിയിട്ട് നിങ്ങൾ വേറെ കൊടുക്കി, ഇത് അവരുടെ അവകാശമല്ലേ സക്കാത്ത്. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് എന്നില്ലേ? സയ്യിദിനാ പറഞ്ഞ നിർബന്ധമില്ല, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് അത് നിർബന്ധമുള്ളൂ. തഹിയാത്തിലേ സയ്യിദിനാ എന്ന് പറയുന്നത് നല്ലതാണ്, പക്ഷേ നിർബന്ധം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് അത്ര പറഞ്ഞാലും നിർബന്ധമായ തഹിയാത്ത് കൂടുന്നതാണ്. പിന്നെ ഇനി അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, ജിദ്ദയിൽ ഞങ്ങൾക്ക് ഒരു കട ഉണ്ടായിരുന്നു, അത് ഇപ്പോൾ വിൽപ്പന നടത്തിയിരിക്കുന്നു. 4 വർഷം കട ഞങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ കെഫീലിന് കൊടുക്കുന്ന സക്കാത്തിന്റെ പൈസയുടെ
പൈസയല്ലാതെ വേറെ സക്കാത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ കടയുടെ ക്യാഷ് കിട്ടുമ്പോൾ സക്കാത്ത് കൊടുക്കണം. അത് വേണ്ട. എന്താണ്, 4 വർഷം കട ഞങ്ങൾ നടത്തിയിരുന്നു, പക്ഷെ കെഫീലിന് കൊടുക്കുന്ന സക്കാത്തിന്റെ പൈസയല്ലാതെ. എന്താ കെഫീലിന് അങ്ങനെ സക്കാത്തിന്റെ പൈസ ഉണ്ട്? സക്കാത്തിന്റെ സംഖ്യ കെഫീലിനായിട്ട് കൊടുക്കല? എനിക്കാണ് ചോദ്യം മനസ്സിലായിട്ടില്ല. നിങ്ങൾ സക്കാത്ത് കൊടുക്കുന്നതേ കഫാലത്ത് സക്കാത്തി പെടൂല. കഫീലിന് കഫാലത്തിന്റെ പൈസ കൊടുക്കാന്നല്ലാതെ പിന്നെ സക്കാത്ത് പിന്നെ ഗവൺമെന്റിന് കൊടുക്കണമെങ്കിൽ അത് മതി, പിന്നെ വേറെ ഒന്നും വേണ്ട. ഗവൺമെന്റിന് നിങ്ങൾ അതിന്റെ സ്ഥിതി അതിന്റെ ശരിക്കുള്ള സക്കാത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ പിന്നെ വേറെ സക്കാത്ത് കൊടുക്കേണ്ടതില്ല. ഒരു ഇസ്ലാമിക രാജ്യമാണ്. ആ ഇസ്ലാമിക രാജ്യത്തെ സക്കാത്ത് മുതലിലെ സക്കാത്തൊക്കെ ആവുമ്പോ അത് ആ ഗവൺമെന്റിനെ ഏൽപ്പിക്കലാണ് ഏറ്റവും നല്ലത്. സ്വന്തം കൊടുക്കുന്നതിനേക്കാൾ നല്ലത് പിന്നെ മുതലിലെ സക്കാത്തൊക്കെ ആവുമ്പോ ഗവൺമെന്റിനെ ഏൽപ്പിക്കാൻ നല്ലത്. അപ്പൊ ആ കടയുടെ സാധനങ്ങളുടെ വിലയുടെ ഒക്കെ ആ തോതനുസരിച്ച് കൃത്യമായ സക്കാത്ത് നിങ്ങൾ അവർക്ക് കൊടുക്കുന്നുവെങ്കിൽ, അവരെ ഏൽപ്പിക്കുന്നുവെങ്കിൽ പിന്നെ നിങ്ങൾ വേറെ സക്കാത്ത് കൊടുക്കേണ്ടതില്ല. ഭാര്യയുടെ വല്യമ്മയെ കാണൽ അനുവദനീയമാണ്. ഭാര്യയുടെ ഉമ്മാന്റെ ഉമ്മാനെയും വാപ്പാന്റെ ഉമ്മാനെയും ഒക്കെ കാണൽ അനുവദനീയമാണ്. തൊട്ടാ ഒന്നും മുറിയില്ല, അവരെ കെട്ടാനും പറ്റൂല. മനസ്സിലായല്ലേ? നമ്മുടെ ഭാര്യന്റെ ഉമ്മാനെ നമുക്ക് തൊടാം, കണ്ടൂടെ, കാണാം. ഇനി അവരെ വിവാഹം കഴിക്കാൻ പറ്റുമോ? ഇല്ല. ഇനി ഭാര്യ മരിച്ചു നിൽക്കുന്ന അമ്മായിമാനെ കെട്ടാൻ പറ്റുമോ? ഇല്ല. അതുപോലെ തന്നെയാണ് ഇത്. ഇനി അമ്മായിമാന്റെ അമ്മയും അമ്മായിമാന്റെ ഉമ്മാന്റെ ഒക്കെ അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെ അമ്മോശന്റെ അമ്മയും ഒക്കെ അങ്ങനെ തന്നെയാണ്. അവരൊന്നും പിന്നെ കാണൽ ഹറാമല്ല, അവരെ തൊടൽ ഹറാമല്ല, അവരെ വിവാഹം കഴിക്കൽ ഹറാമുമാണ്. അവർ വിവാഹം കഴിക്കാൻ പാടില്ല. ഇനി ഭാര്യ മരിച്ചു, ഇനി ഭാര്യ തലാഖ് ചൊല്ലി, എന്നാലും പറ്റൂല. ഭാര്യനെ തലാഖ് ചൊല്ലി എന്നാലും അമ്മായിമാനെ തൊടാം, ഒന്നും മുറിയില്ല. അമ്മായിമാനെ കെട്ടാനും പറ്റൂല. സുബഹി ജമാഅത്ത് തുടങ്ങിയാൽ പള്ളിയിൽ കയറി വരുന്നവർ സുന്നത്ത് നിസ്കരിക്കുന്നത് കാണാം. അതിനെ പറ്റി ഒന്ന് വിശദീകരിക്കുമോ? അത് പാടില്ല, കറാഹത്താവുന്നു. അളിയന്റെ ഉമ്മയെയോ? എന്താ അളിയന്റെ ഉമ്മ? അളിയന്റെ ഉമ്മ പെങ്ങളെ കെട്ടിയ ഭർത്താവിന്റെ ഉമ്മ, അതിനൊന്നും കാണാൻ പറ്റൂല. അളിയന്റെ ഉമ്മ അല്ലേ? അളിയന്റെ ഉമ്മ നമ്മളാരാ? നമ്മുടെ ഒരു ബന്ധുക്കാരെന്നൊക്കെ ഞാൻ പറയുള്ളൂ. ആ കന്യ സ്ത്രീകളാണ്. അവർ തൊട്ടാ ഒന്നും മുറിയും, അവര് കാണാൻ പാടില്ല, അവരെ വിവാഹം കഴിക്കുകയും ചെയ്യാം. അപ്പൊ ജമാഅത്ത് നടക്കുമ്പോഴേ ജമാഅത്തിന് വേണ്ടി ഇഖാമത്ത് കൊടുത്തു, പിന്നീട് സുന്നത്ത് നിസ്കരിക്കരുത് എന്നാ. ഇനി ഒരാൾ സുന്നത്ത് നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്നാൽ ആ സുന്നസ്കാരം എത്രയും വേഗം പൂർത്തിയാക്കിയിട്ട് പിന്നെ ആ ജമാഅത്ത് തുടരുക. അതാണ് ഏതായാലും ശരി. ഇഖാമത്ത് കൊടുത്തതിന് ശേഷം പിന്നെ സുന്നത്ത് നിസ്കരിക്കാൻ നിൽക്കരുത്. അല്ലെങ്കിൽ പള്ളി ജമാഅത്ത് നടന്നുകൊണ്ടിരിക്കുന്നു, അപ്പോഴും സുന്നത്ത് നിസ്കരിക്കരുത്. പിന്നെ ആ ജമാഅത്ത് തുടരുകയും പിന്നെ ആ ജമാഅത്തിന്റെ ശേഷം ആ ഫർദ് നിസ്കാരത്തിന് ശേഷം മുമ്പടെ സുന്നത്ത് നിസ്കരിച്ചു, എന്നാലും അത് ഖളാ അൽ അദാ തന്നെയാണല്ലോ. ഫർദ് നിസ്കാരത്തിന്റെ മുമ്പുള്ള സുന്നത്തെ ഫർദ് നിസ്കാരത്തിന് ശേഷം നിസ്കരിച്ചാലും ഖളാ അല്ല അത് അദാ തന്നെയാണ്. പിന്നെ അതെപ്പോഴേ ഖളാ ആവുള്ളൂ? ആ ഫർദ് നിസ്കാരത്തിന്റെ വഖത്ത് ഖളാ എങ്കിലേ മുമ്പുള്ള സുന്നത്തിന്റെ വഖത്തും ഖളാ ആവുള്ളൂ. അതറിയാലോ അല്ലേ? പിന്നെ ഇനി ഇല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതുവരേക്കും പറഞ്ഞതും ചോദിച്ചതും കേട്ടതൊക്കെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. പല ആളുകൾ നമ്മൾ ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ അതിന്റെ ഇടയിൽ നേരത്തെ ഒരാൾ വിളിച്ചിരുന്നു. ഒരാൾ വിളിച്ചിട്ട് നമുക്ക് വേണ്ടപ്പെട്ട ആൾ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, പിന്നെ നമ്മൾ ഒരാൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി നമ്മോട് ആവശ്യപ്പെട്ടു. 2 ദിവസം മുമ്പ് നമ്മൾ ദുആ ചെയ്യുകയും ചെയ്തു. അദ്ദേഹം ഇപ്പോൾ മരിച്ചിട്ടുണ്ട്. പുതിയകത്ത് അബൂബക്കർ, പൂക്കയിൽ തിരൂര്. അന്ന് ആരെയും ഒന്ന് ഇവിടെ ഒന്ന് ടെക്സ്റ്റ് ചെയ്യണമെങ്കിൽ നല്ലതാണ്. പുതിയകത്ത് അബൂബക്കർ, പൂക്കയിൽ തിരൂര്. അദ്ദേഹം മരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനോട് ദുആ ചെയ്യാൻ വേണ്ടി നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് മയ്യിത്ത് നിസ്കരിക്കാൻ സാധിക്കുന്നവർ മയ്യിത്ത് നിസ്കരിക്കുക, മയ്യിത്ത് നിസ്കാരത്തിന് പേര് കൊടുക്കാൻ സാധിക്കുന്നവർ പേര് കൊടുക്കുകയും ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. അദ്ദേഹം ചെയ്ത എല്ലാ സ്വാലിഹായ അമലുകളും അതിന് പോരായ്മകളൊക്കെ പരിഹരിച്ചുകൊണ്ട് അള്ളാഹു സ്വീകരിക്കുകയും അദ്ദേഹത്തിന്റെ അടുക്കൽ സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കുകയും ചെയ്യട്ടെ.
അദ്ദേഹത്തിന്റെ ഉഖറദിയായ ജീവിതം അള്ളാഹു റാഹത്തിലും സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. നമ്മളൊക്കെ മരിച്ചാൽ നമ്മുടെ ഉഖറദിയായ ജീവിതം അള്ളാഹു സമ്പൂർണമായ സന്തോഷത്തിലും റാഹത്തിലും ആക്കി തരട്ടെ.